കൃഷിത്തോട്ടത്തിൽ കൃഷിപ്പണി എടുപ്പിക്കും ഇവരെ കൊണ്ട്. എന്നിട്ട് 2 പൂ പറിച്ചിട്ട് വന്നു. അമ്മ ഇവിടെ ഇരുന്ന് തട്ടുവാണോ എന്റെ മോനെ? ഇതെന്തിനാ ചെയ്യുന്ന? ഇവര് നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് ആണ് കേട്ടോ. ഇല്ലംപള്ളി സാറും വൈഫും. പിന്നെ ഉള്ളത് ശങ്കരി. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ഈസ്റ്ററിൻ്റെ ഒരു വ്ളോഗാണ്. ഈസ്റ്ററിന് തലേ ദിവസത്തെ കുറച്ച് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് പച്ചക്കറിയൊക്കെ കാണിച്ചെങ്കിലും കൂടുതലും നോൺ വെജ് ഐറ്റംസ് ആണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. എപ്പോഴും ഉണ്ടാക്കുന്ന ചിക്കൻ കറിയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഇപ്രാവശ്യം അഫ്ഗാനി ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുവേണ്ടി ചിക്കനൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാഷ്യൂനട്ടൊന്ന് നമ്മൾ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ കറികൾക്കൊക്കെ ഇടാനായിട്ട് സബോള, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മൊത്തത്തിലായിട്ട് അങ്ങ് വെച്ചിട്ടുണ്ട്. മല്ലിയില നമ്മൾ കുറച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം അഫ്ഗാനി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ഗ്രേവി ഉണ്ടാക്കണം. സബോള, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, പച്ചമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. മുളകിൻ്റെ ഒക്കെ അളവ് നമ്മുടെ ഇഷ്ടാനുസരണം. നമുക്ക് എരിവിന് വേറെ ഒന്നും നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല. അപ്പം ആ ഒരു എരിവ് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ മുളകിട്ടിട്ടുണ്ട്. നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ്. പിന്നെ കസൂരി മേത്തി ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഗരം മസാലയും കൂടെ. ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മിനിമം 1 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അതിനുശേഷം നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ്. ഏറ്റവും ലാസ്റ്റ് നമുക്ക് കാഷ്യൂനട്ട് അരച്ചതും കസൂരി മേത്തി, മല്ലിയിലയൊക്കെ ഇട്ടൊന്ന് നമുക്ക് വാങ്ങിയെടുക്കാവുന്നതാണ്. അപ്പോൾ അത് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ ഇനി അടുത്ത ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയാണ്. കുറച്ച് ചിക്കനേ ഉള്ളൂ. ഇത്രയും ചിക്കനേ ഉള്ളൂ. ഇത്രയും ചിക്കന് പറക്കാൻ വേണ്ടി ആവശ്യമുള്ള ചിക്കൻ വറുത്ത് എനിക്ക് തരുന്നു അന്നക്കില്ല. അപ്പൊ അത് നമുക്ക് കുറച്ച് ഇഞ്ചി, പിന്നെ നമ്മളുള്ളത് വെളുത്തുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ഇത്രയും ചിക്കൻ മാത്രമേ നമുക്കുള്ളൂ. നമുക്കിനി ഈ മല്ലിയില ഞാൻ ഇടുന്നുണ്ട്. മുളക് പൊടി, ഈ ചിക്കൻ എന്തോരം എരിവ് വേണോ അതനുസരിച്ച് നമുക്ക് എടുക്കാം. ചിക്കൻ മസാല നമ്മൾ ഇടുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഗരം മസാല ഇടുന്നുണ്ട്. പിന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ട് നമ്മൾ. അതുപോലെ തന്നെ തൈര് ഞാൻ 1 ടേബിൾ സ്പൂണോളം 1.5 ടേബിൾ സ്പൂണോളം തൈര് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കൂടെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇടാനുള്ള റീൽസും ഈ കൂടെ തന്നെ നമ്മൾ എടുക്കുന്നുണ്ട് ക്യാമറയിൽ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതാണ് സൈഡിൽ കൂടെ നിങ്ങൾ കാണുന്നത്. ഇനി നല്ലതുപോലെ ഇതൊന്ന് അരച്ചു പുരട്ടി വെച്ചിട്ടുണ്ട്. ഈസ്റ്ററിന് ഉച്ചയ്ക്ക് എടുക്കാൻ വേണ്ടിയായിരുന്നു ചിക്കൻ ഫ്രൈ. പക്ഷേ ഇത് കണ്ടപ്പോൾ അന്നമോൾക്കൊക്കെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അന്നേരം തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തു. ചിക്കൻ ഫ്രൈ ചെയ്തു ഓൾറെഡി. എന്ന് വെച്ചാൽ അന്നമോൾക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ചെമ്മീൻ നമ്മൾ മൊത്തത്തോടെ കിട്ടിയത്. എന്ന് വെച്ചാൽ ഈസ്റ്ററൊക്കെ ആയതുകൊണ്ട് തിരക്കല്ലേ അവിടെ. അപ്പോൾ അവർ നമ്മളിത് ഇങ്ങനെ പൊളിച്ച് ഇതിനകത്ത് അകത്തത്തെ സാധനങ്ങൾ കളയണം. നമ്മൾ ഔട്ട്സൈഡ് വെച്ചാണ് പൊളിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? കുറേ ഐറ്റം ഉള്ളതുകൊണ്ട്. ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ആദ്യമേ ചെമ്മീൻ്റെ അകത്ത് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കുവാണ്. 2 സെറ്റായിട്ടാണ് ഇപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അത് വെള്ളച്ചൂര മൊത്തം വെട്ടി അമ്മ കേട്ടോ. ചൂര വെള്ളച്ചൂര. അപ്പോൾ ഇതാ ഇവിടെ ചെമ്മീൻ റോസ്റ്റ് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെമ്മീനൊന്ന് ജസ്റ്റ് ഒന്ന് ഷാഡോ ഫ്രൈ ചെയ്തിട്ട് ഒന്ന് മാറ്റിയിടും. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ആരും കളിക്കാനില്ലെന്ന് പറഞ്ഞു വന്നത്. എന്താണാവോ? ആരും കളിക്കാൻ വരത്തില്ല. എന്താ നിന്റെ പ്രശ്നം? കളിക്കാൻ ആരും ദുഃഖശനിയായിട്ട് ആരും മിണ്ടത്ത് പോലുമില്ലെന്ന്. അതെ അമ്മച്ചി അങ്ങനെ. അമ്മച്ചി വല്യപ്പോഴും മിണ്ടുന്നേ ഇല്ലെന്ന്. അതെല്ലാം അറിയോ നിനക്ക്? ഇല്ല. ഇത് പ്രിപ്പയറായി വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇത് കൊഞ്ച് റോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അടുത്ത പോർഷൻ. മീൻ കറി വെക്കാൻ വേണ്ടി മീനെല്ലാം വെട്ടിയത് അമ്മയാണ് കേട്ടോ. വേർത്ത് കുളിച്ചിരിക്കുന്നുണ്ടോ? അമ്മ മീൻ വെട്ടായിരുന്നു അമ്മ ഇത് വെച്ചേക്കുന്നേ, കണ്ണാടി വെച്ചേക്കുന്നേ. 62 വയസ്സായി കണ്ണാടി വെക്കണമെന്നല്ലോ. മീൻ വെട്ടാനോ? ഇത്രയും വലിയ മീൻ വെട്ടാനോ? ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്നേ കുപ്പിയിൽ എണ്ണ ഒഴിക്കുന്നു.
അമ്മ വേർത്ത് കുളിച്ച് ഇത് കണ്ടാ ചൂടാണ്. ഇത് കണ്ടാ തോന്നുന്നു ഞാൻ ചെയ്യാൻ പോവാ. എനിക്കറിയാം കൊണ്ടോ ഇത് കുപ്പിയിൽ എണ്ണ ഒഴിക്കാനാ പാടിരിക്കുന്നത്. ചുമ്മാ ഇന്ന് തള്ളാമേ. ഇല്ലാതായില്ല. ഒരു സെറ്റ് ഒന്ന് ആക്കി വെച്ചു. അത് ഞാൻ ഇത് അങ്ങനെ ആക്കി വെച്ചു. നമുക്ക് ബാക്കി റോസ്റ്റിനുള്ള ഇത് ചെയ്യണം. അങ്ങനെ നാളത്തെ പച്ചക്കറി അമ്മയുടെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് ജോക്കൂട്ടം പറിച്ചോണ്ട് ഇവിടെ വന്നടാ ഇങ്ങോട്ടോ. ഇവിടെ നിന്നാണ് പറിച്ചെടുത്തേക്കുന്നത് മൊത്തം. ജോക്കൂട്ടം പറിച്ചേക്കുന്നതാണ്. ജോക്കൂട്ടം എന്തൊക്കെ പറിച്ചു നീ? വെണ്ടയ്ക്ക പറിച്ചു. ഇതെല്ലാം പറിച്ച് ഇതെല്ലാം ഇവിടുന്ന് പറിച്ചാണ്. കണ്ടോ ജോ ഈ പയർ പറിക്കുന്നില്ല. ഇത് കൊണ്ടു വെച്ചില്ല? ഇല്ല വേറെ ഏതെങ്കിലും പച്ചക്കറി വേറെ പച്ചക്കറി ഇല്ല? വെണ്ടയ്ക്ക ഇവിടുന്ന് പറിച്ചേ? വെണ്ടയ്ക്ക അവിടെ പറിച്ചല്ലേ? അവിടെ വെണ്ടയ്ക്ക ഉണ്ടല്ലേ? പയറുണ്ട്. അത് മതി. അത് മൂത്ത പയറല്ലോ. പിന്നെ ഏതാ ഈ പയറും കൂടെ പറിച്ചോ? ഇത് പറിച്ചോ? എടാ ഇവിടെ ഇത് പയർ ഇതും കൂടെ പറിച്ചോ. ഇതെല്ലാം അമ്മയുടെ കൃഷി കേട്ടോ. സ്പെഷ്യൽ കൃഷി. ഇത് ചീര. മത്തിയാണോ? നീളമുള്ള നോക്കി പറിക്കടാ. നീ അല്ലടാ വെണ്ടയ്ക്ക. അതാണോ മത്തി? നീ മിണ്ടരുത്. അത് പയറല്ല. അതവിടെ കിട്ടെ. ഇതുണ്ടോ? ഇതുണ്ടോ? ഇത് പറിക്കണം. ഇതുണ്ടോ? ഇത് മൂത്തല്ലേ? അതെ. നിനക്ക് എങ്ങനെ അറിയാം മൂത്താണോന്ന്? അവർക്ക് ഭയങ്കര വെയിറ്റ് ആണ്. അതെ എന്നാ പറിക്കേ. ഇത് പറിക്കാൻ പോവാ. ഈ രണ്ടും കൂടെ പറിക്കാൻ പോവാ. എന്താവും എന്തോ. ഇതല്ല ഇത് പറിക്കേണ്ട സ്ഥലത്ത് പിടിച്ചില്ല. ഇതുണ്ടോ? ഇത് പറിക്കാ. ആള് കൃഷിത്തോട്ടത്തിൽ കൃഷിപ്പണി എടുപ്പിക്കും ഇവരെ കൊണ്ട്. എന്നിട്ട് 2 പൂ പറിച്ചിട്ട് വന്നു. അയ്യോ എന്താ സാറാ ഇത് പറിക്കാനുള്ള ആരോഗ്യമില്ല. ജോ ഞാൻ അവിടെ ഇരിക്കണ്ട. ഇങ്ങോട്ട് പൂ പറിച്ചോണ്ട് പോന്നു. എന്താ ഇതിനകത്ത് വെക്കാം. ഇവിടെ വെക്ക. ഇതിനകത്തോട്ട് ഇട്ടോ. എല്ലാം ഇതിനകത്തോട്ട് ഇട്ടോ. എല്ലാവരും തടുപ്പ് മൊത്തം ഇതിനകത്തോട്ട് ഇട്ടോ. ഓക്കെ അത്യാവശ്യത്തേക്കുള്ള സാധനമായി. ഇത് ഇത്രയും അമ്മയുടെ ഇത്രയും ഇതിനകത്ത് പറിച്ചു കേട്ടോ. മതിയോ? മതി. അത് പിഞ്ച അന്നേരം കുഴപ്പമില്ല. ഇതുണ്ടോ സാറാ? ഉണ്ടോ? ഇത് എടുത്തോ. 2 വെണ്ടയ്ക്ക സാമ്പാർ വെക്കാൻ 2 വെണ്ടയ്ക്ക. ഇതുണ്ടോ? തക്കാളിക്ക് ഉണ്ടാകുന്നുണ്ടോ? എടുത്ത് വെക്കുന്നത് ഇതുണ്ട്. തക്കാളിക്ക് ഉണ്ടോ സാറാ? ഇതാ തക്കാളി. ഇതൊന്നും കണ്ണ് കാണത്തില്ല സാറാമല്ലേ? പിന്നെ പൂ പറിച്ചോണ്ട് വന്നേ. ഇത്ര നേരം പയറ് പറിച്ചിട്ട് പൂ പറിച്ചോണ്ട് വന്നിട്ട് മേലുണ്ട്. അത് പറിക്കാം. അത് ഞാൻ പറിക്കാം. പച്ചക്കറി ഇത്രയും കിട്ടി കേട്ടോ. അമ്മയുടെ കൃഷി ലാഭമാ. 40 കൊല്ലത്തിനിടയ്ക്ക് ഇപ്പോഴാണ് അമ്മയുടെ കൃഷി ലാഭത്തിലായത്. ആണോ? 40 കൊല്ലങ്ങൾക്ക് ശേഷം അമ്മയുടെ കൃഷി ലാഭത്തിലാവുന്നത്. അമ്മ കൊള്ളാം കേട്ടോ. സൂപ്പർ. ഒരു രക്ഷയില്ല. അമ്മയുടെ കൃഷി ലാഭത്തിലാക്കി. ഇതുപോലെ അത് തൊലി പൊളിക്കാൻ പറ്റിയതാ. ഇതെടുത്ത് തൊലി പൊളിക്കാം. ഇങ്ങനെ സിമ്പിൾ അങ്ങോട്ട് ചെയ്യാം. ഇതെന്തിനാ ചെയ്യുന്നതെന്നാ? ഇതെന്തിനാ ചെയ്യുന്നോ? ജോ ഫുട്ബോളിന് പോകുന്നു. ഓക്കെ ജോ ബൈ. എടോ തനിക്ക്
ഇത് പോയി വിളവെടുക്ക്. അതൊന്നുമല്ല, അതൊന്നും പറിക്കരുത്. ഇങ്ങോട്ട് വാ. ഇത് ഇവിടെ അതും കൊണ്ടുപോവാ. അത് അവളുടെ കൊടുത്ത് കൊണ്ടുവെക്ക അവിടെ. ഇത് താഴെ സാറേ, ഇതെല്ലാം താഴെ പോകുന്നു, കണ്ണി കൊള്ളുന്നു. നീ ഇവിടുത്തെ കൃഷിക്കാരിയാടി, നിനക്കിത് വല്ല അറിയാവോ? ഇതെന്താ? ഇത് പിടിച്ചേ. ഇതെന്നാ സാധനം? ഇതിന്റെ പേര് പറ. ആക്ച്വലി ഇതിന്റെ പേരെന്നാ? നിന്റെ ഇതിന്റെ പേരാ ചോദിച്ച? പുഴു എന്നല്ല ചോദിച്ചെ. ആ ശരിയാ കേട്ടോ. അതോടുന്നു. അത് പുഴുവല്ലടി, അത് ഇതാ. അത് കഴിയേ പൊക്കോളും. ആ ചീര എത്രയും കിട്ടി. ഈ ചീര, പയറ്, വെണ്ടയ്ക്ക, കോവല്, തക്കാളി, ഇതെല്ലാം. ഇനി പയറ് പറിക്കാനുണ്ട്. ഈ പിള്ളേർ നോക്കിയില്ലല്ലോ. അമ്മച്ചിക്ക് സുന്ദരിച്ചീര കണ്ട? സുന്ദരിച്ചീര, വഴുതനങ്ങ. ഇതാണ് സുന്ദരിച്ചീര. ഈ ചീരയുടെ പ്രത്യേകത എന്താ? ഇത് സുന്ദരിച്ചീര എന്നാ പറയുന്നത്. വളർന്നു വരുമ്പോ കൊള്ളാം, സൂപ്പർ. ആർക്ക്? അതേ പോണു ചീര. ഉള്ളിപ്പറിയോ? ഏതാണ് ഉള്ളിപ്പറി? നീ ആവശ്യമില്ലാത്ത മലയാളം പറയല്ലേ പ്ലീസ്. നീ മലയാളം പറയാറാവോ? ഞാൻ പറയാം. എന്ത് നീ പറഞ്ഞേ? ഇതെന്താ ഇത്? ഇവിടെ വെക്കതേ. ഓ ഇതെന്താ ഇത്? ഓ നീ മലയാളം പറയരുത് പ്ലീസ്. എല്ലാരും ക്ഷമിക്ക. അതെ ചീര. അത് ചീര ഉണ്ട് കേട്ടോ. ചീര ഇത് കൊള്ളാം. ചീര, പയറ്, 2 വെണ്ടയ്ക്ക ഉണ്ടായുള്ളൂ. ഓക്കെ. അയ്യ ഇതെന്തോ ഇത് ഇത്രേ ഉള്ളൂ. ഇവള് പറഞ്ഞ ഇവിടെ അമ്മപ്പല്ലേ കോവയ്ക്കായിരിക്കും എന്നോട് പറഞ്ഞു. ആണോടി? ഇവള് പറഞ്ഞു എന്റെ അമ്മ ഇത് എന്റെ അമ്മയെ പോലെ. എന്തായാലും കൊള്ളാം, കച്ചവടം ലാഭമായിരുന്നു. ഇത്രയും ഓ അങ്ങനെ കൊടംപുളി ഇട്ട മീൻകറി. കൊടംപുളി ഇട്ട മീൻകറി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് തിളച്ചു. ഇനി നമ്മൾക്കൊന്ന് സിമ്മിൽ ഇട്ടിട്ട് കുറച്ചും കൂടെ ഒക്കെ അപ്പൊ നന്നായിട്ടൊക്കെ പറ്റി എല്ലായിടത്തും മസാല, നമ്മുടെ പുളിയും ഉപ്പും എല്ലാം മുളകും ഒക്കെ പിടിച്ചു വരും. ഇത് കാണുമ്പോൾ തന്നെ വായി വെള്ളം വരുന്നുണ്ട്. കപ്പയുടെ കൂടെയോ ചോറിന്റെ കൂടെ ഒക്കെ സൂപ്പറാണ്. ഇന്ന് ഉണ്ടാക്കിയിട്ട് നമ്മൾ നാളെ കഴിക്കുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ തലേ ദിവസം തന്നെ നമ്മൾ മീൻകറി സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഇത് നമുക്ക് ചിക്കൻ അല്ല, ചെമ്മീൻ റോസ്റ്റിന് വേണ്ടിയാണ്. ചെമ്മീൻ റോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഈ മീൻകറി നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇതൊന്നും സെറ്റ് ആയിട്ട് പൊക്കത്തൊക്കെ ഇങ്ങനെ ആയില്ല. ഇതിന്റെ പൊക്കത്തിടാൻ വേണ്ടി അത് കേട്ടോ സെറ്റ് ആയിട്ടിരിക്കുന്നത്. ഓ നിങ്ങൾ ഇവിടെ എന്താ കാണിക്കുക? ഇവര് പച്ചക്കറി ടീമുകളാണ് കേട്ടോ. ഫുൾ പച്ചക്കറി ടീമുകൾ. എല്ലാം നാച്ചുറൽ പച്ചക്കറിയാണ്. ഇതെന്നെ കാണിക്കുന്നത് പറ. ബേബി ഉണ്ടോ ഗൈസ്? ഓ ഗൈസ്, ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഞങ്ങളുടെ സ്വന്തം പച്ചക്കറി, അമ്മ ഉണ്ടാക്കിയ പച്ചക്കറി. ഓ ഫ്രഷ് 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 ആണോ? ആ സത്യം. ഒരു മീൻകറി ഇങ്ങോട്ട് ഞാൻ നോക്കാം. ടേസ്റ്റ് നോക്കണമെങ്കിൽ ഞാൻ പറയണം. എന്ത് കാണിച്ചേ? ഉപ്പുണ്ട് ഉപ്പുണ്ട്. അപ്പൊ നമ്മള് ചെമ്മീന് ഞാൻ സവോളയും അതെല്ലാം വഴറ്റിയതിന് ശേഷം നമ്മൾ ചെമ്മീനും കൂടെ ഇട്ടു. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചെമ്മീൻ നമ്മൾ ആദ്യമേ എടുത്ത് മാറ്റിയായിരുന്നു വറുത്തിട്ട്. ഇപ്പോൾ ഇനി നമ്മൾ സവോളയും ഇഞ്ചിയും അതും പച്ചമുളകും ഒക്കെ ഇട്ട് ഒന്ന് വഴറ്റി എന്നിട്ട് അതേ ചട്ടിയിലോട്ട് ചെമ്മീനെ തിരിച്ചിട്ടു. ഓ നാളെ ഇതൊക്കെ കൂട്ടി പ്രകടനമുണ്ട്. പക്ഷെ നാളത്തേക്ക് വേണമെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് വൈകുന്നേരം വന്ന് ഇതിപ്പോ ഞാൻ തീർക്കും. എന്നാലും ജോബിടുന്നു അന്നെ നിൽക്കുന്നത്. പപ്പ ശരിക്കും നോയമ്പെടുത്തില്ല. ഐ മീൻ ഞാൻ സാറ്റർഡേ വരെയുള്ള നോയമ്പുള്ളൂ. സാറ്റർഡേ നോയമ്പാ. പ്ലീസ് അത് എന്നതാ? സാറ്റർഡേ വൈകിട്ടാകുമ്പോൾ നോയമ്പ് കട്ട് ചെയ്യാൻ ഇല്ല
എല്ലായിടത്തും ഇല്ല അത് നോയമ്പ്. സൺഡേ കുർബാന കഴിഞ്ഞിട്ട് നോയമ്പ് കട്ട് ചെയ്യണമെന്നാണ് നിർബന്ധം. അതെ അങ്ങനെയാണ്, അത് സത്യം. അതാണ് 50 ദിവസം. ഇതിപ്പോ എന്താ 49 ദിവസം. അത് തന്നെ പറ്റിയിടുന്നുണ്ട്. മല്ലിയിലൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമാണ് കിട്ടാൽ മതി. കരിയാപ്പില മാത്രം ഇട്ടാലും ഇതൊക്കെ സൂപ്പറാണ്. പിന്നെ നമുക്കിപ്പോൾ മല്ലിയിലൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് മല്ലിയില ചിക്കൻ കഴിച്ചിട്ട് വിശക്കുന്നില്ല. ഞാൻ രാത്രി എന്നുവെച്ചാൽ പാല് രാത്രി അതെ, ഇത് ഞാൻ നാളത്തേക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. പക്ഷെ ഓരോരുത്തർ ഇപ്പൊ കഴിച്ചോണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ഉപ്പ് പോലും നോക്കിയിട്ടില്ല. നമുക്ക് നോയമ്പായതുകൊണ്ട് ഞാൻ നാളെ കഴിക്കുള്ളൂ. ഞാൻ പള്ളിയിൽ പോയി കഴിഞ്ഞ് വന്നിട്ടാണ് കഴിക്കുന്നത്. ഇവിടെയൊക്കെ പതുക്കെ ടേസ്റ്റ് ചെയ്ത് ഇതെനിക്ക് ടേസ്റ്റ് ചെയ്തിട്ടെന്ന് പറയണേ. ഞാൻ ഗ്രേവി നോക്കിയപ്പോൾ ഓക്കെ ആയിരുന്നു. ചെമ്മീൻ ഇട്ടുകൊണ്ട് ഇനിയിപ്പോൾ ആരെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയണം. ഓ അങ്ങനെ ചെമ്മീൻ റോസ്റ്റ് ഒരു രക്ഷയില്ല. ആക്ച്വലി ചെമ്മീൻ റോസ്റ്റ് ഉണ്ടല്ലോ, ഇവിടെ അമ്മയ്ക്കും കഴിക്കത്തില്ല, ജിനിക്കും കഴിക്കത്തില്ല. അമ്മയ്ക്ക് കഴിക്കത്തില്ല, ജിനിക്ക് കഴിക്കത്തില്ല. അമ്മ ഇവിടെ ഇരുന്ന് തട്ടുവാണോ എന്റെ മോനെ. പിന്നെ വിശക്കുന്നില്ലേ? കൊള്ളോട്ടോ. അമ്മ കഴിക്കുന്നുണ്ട്. എന്റെ വായി തന്നെ സാറാ മേടിച്ചു കഴിച്ചോ. എങ്ങനെയുണ്ട് മീൻകറി? എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? വെള്ളച്ചൂര സൂപ്പർ അല്ലേ? അമ്മ ഇവിടെ നിന്ന് പതുക്കെ നൈസിന് തട്ടുകൊട്ടോ. ഓ വിശക്കുന്നു. കട്ടിപ്പൊടിയും നൈസ് ആകാരമുള്ളൂ. അല്ല നൈസ് പൊടിയും കട്ടിപ്പൊടി ആകാരമുള്ളൂ. അങ്ങനെയല്ലേ? എങ്ങനെയുണ്ട്? ടേസ്റ്റ് എങ്ങനെയുണ്ട്? സൂപ്പറാണോ? അന്ന് ഒരു കൂട്ടം കൂടെ വെക്കാനുണ്ടോ? 1-2 കൂട്ടം വെക്കാനുണ്ടോ? അതെ. ഇനി നാളെ ബീഫ് സ്റ്റൂ. എല്ലാരും കരുതും അമ്മ പണിയെടുത്തിട്ടാ വേർക്കുന്ന. ആക്ച്വലി ഭക്ഷണം കഴിച്ചിട്ടാന്ന് അറിയത്തില്ല. മോനെ ഇവിടെ ആരാ മോനെ അടുക്കള ജോലി ചെയ്യുന്നേ? അമ്മയുടെ പേര് പറയില്ലേ? അമ്മയുടെ പേര് ഒരിക്കലും പറയില്ല. പറയാവുള്ളൂ. കൊച്ചു സത്യം പറഞ്ഞു. ഞങ്ങൾ ഈസ്റ്ററിന് ഇന്ന് കുർബാനയ്ക്ക് പോവാണ്. നമ്മൾ രാവിലെ 7 മണിക്കത്തേനാണ് പോകുന്നത്. ഇന്നലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അപ്പം ചുട്ടു. ഈ വന്നിട്ട് ഫുഡ് കഴിക്കാം അല്ലേ? നോയമ്പ് കിട്ടാം അല്ലേ? നിങ്ങൾക്കൊന്നും ഞാൻ 50 ദിവസം നോയമ്പെടുത്തിട്ട് മുട്ട പുഴുങ്ങിയതല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ ഫുഡ്? നിനക്ക് ഇഷ്ടപ്പെട്ട ഏതാ? ചെമ്മീൻ മാത്രമേ കഴിച്ചത്. അതായത് ഈ വീഡിയോ കാണുന്നവർക്ക് ഞങ്ങളുടെ സ്പെഷ്യൽ ഈസ്റ്റർ പ്രിപ്പറേഷൻ ഫുഡ് കാണണമെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പിലത്തെ വീഡിയോ കണ്ടാൽ മതി. അതെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തു. അന്നയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അന്നയ്ക്ക് ഏതാ ഇഷ്ടപ്പെട്ടെ? ഞാൻ ചെമ്മീൻ മാത്രമേ കഴിച്ചുള്ളൂ. ചെമ്മീനും ചിക്കൻ ഫ്രൈ. ആർക്കും പള്ളിയിൽ ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല. എല്ലാരും പള്ളിയിൽ നിന്ന്. ഞാനടക്കം പള്ളിയിൽ നിന്ന്. ഞാൻ അങ്ങനെ പുറകെ നിന്ന് വർത്താനം പറയായിരുന്നു. കുർബാന പോലും കൂടെ. കമ്പിയില് ഏത് കമ്പിയില്? ഇനി ഒന്നുമില്ല മക്കളെ. അറ്റാക്ക്. നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയത് ഇന്നുണ്ടാക്കിയ സാധനങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പോകണം. എനിക്ക് മേലെ ഞാൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഉച്ചക്ക് പോർക്ക് എന്തൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ. അതേട്ടോ ഞാൻ 49 ദിവസം നോമ്പെടുത്തു. ഓക്കെ ബാ. ഇന്ന് എന്നൊക്കെയാണ് ഉണ്ടാക്കി വെച്ചേക്കണ? നമുക്ക് ഇന്നലെ ഉണ്ടാക്കേ. മൈ ഗോഡ്. ഓരോന്നോരോ പോക്കട്ടെ. അതെന്താ? സ്റ്റൂ, ബീഫ് സ്റ്റൂ. ഇതേതാ? ഇത് സാലഡ്. ഇതേതാ? അഫ്ഗാനിസ്ഥാൻ ചിക്കൻ. അഫ്ഗാനിസ്ഥാൻ ചിക്കൻ അല്ല. ഇതേതായിരുന്നു? അഫ്ഗാൻ ചിക്കനോ? ഇതാണ് നല്ല പുളിയിട്ട മീൻ കറി. വേറെ എന്താ? ചെമ്മീൻ റോസ്റ്റ് അവിടെ ഇരുന്നോണ്ട്. ഇതേതാ? ചെമ്മീൻ റോസ്റ്റ് ഉച്ചയ്ക്ക് എടുക്കാം. ഇത് ഇന്നലെ ഉണ്ടാക്കിയ ചെമ്മീൻ. പെട്ടെന്ന് തുറക്കോട്ടാ. ഇത് ചെമ്മീൻ റോസ്റ്റ്. ഓ ഇത് ഇന്നലെ നമ്മുടെ അവിടെ നിന്ന് കിട്ടിയ ചീര. ഇതാ അമ്മ രാവിലെ പള്ളിയിൽ പോയിട്ട് ചീര വെച്ചു. നമ്മുടെ സ്വന്തം ചീര. നോക്ക് മക്കളെ, നോക്ക് അങ്ങോട്ട്. ഇതാണ് തേങ്ങ. ഓ തേങ്ങ എല്ലാവർക്കും അറിയാം കേട്ടോ.
പള്ളി പോയി പ്രാർത്ഥിച്ചോ? ഇവളൊന്നും പ്രാർത്ഥിച്ചില്ല ഇന്ന്. ഈശോയെ കണ്ടോ? ഈശോ ഉയർത്തെഴുന്നേറ്റ് കണ്ടോ? എവിടെയാ? സ്വർണ്ണത്തിൽ മലാഹിയായിട്ടുണ്ട്. ഈശോയെ കണ്ടോ പള്ളിയില്? കുഞ്ഞിനാണോ വലുതാണോ? വലുത് ആ. ബീഫ് സ്റ്റൂ ഉണ്ട്, നോക്കാലോ, ടച്ച് ചെയ്ത് നോക്കിയാലോ? ഞാൻ നോക്കട്ടെ, എനിക്ക് കുറച്ച് ബീഫ് സ്റ്റൂ എടുത്ത്. അങ്ങനെ നോയമ്പ് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് തകർക്കാൻ പോകണം. പക്ഷേ ആക്ച്വലി ഞാൻ ഇന്നലെ നോയമ്പ് മുറിച്ചു. ഈ പെണ്ണെന്താ കളിക്കുന്ന നോക്കിയേ, അഫ്ഗാൻ ചിക്കൻ തപ്പി എടുക്കുന്നു. അന്ന ദിസ് ഇസ് നോട്ട് ഫെയർ. ഇതെന്നെ കിട്ട് കിളക്കല്ലേ. ഇതെന്തായിരുന്നു? ഞാൻ കണ്ണിമാങ്ങാച്ചാർ ഇച്ചിരി എടുത്തു, മീൻ കറി, അത് പുളിശ്ശേരി, നമ്മുടെ പറമ്പിലെ ചീരത്തോരന്, പയർ മെഴുക്കുരട്ടി. നീ പോ. പിന്നെ ഇത് നമ്മുടെ അഫ്ഗാനി ചിക്കൻ ഉണ്ട്. എന്താ വേണ്ട? ഇതാണ് ഞങ്ങളുടെ എല്ലാമായ വിനോദ് ഇല്ലംപള്ളി. ഇവര് നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് ആണ് കേട്ടോ. ഇല്ലംപള്ളി സാറും വൈഫും. പിന്നെ ഉള്ളത് ശങ്കര്. അതെ, ഇവര് നാട്ടിലുള്ളപ്പോ ഈസ്റ്റർ നമ്മുടെ വീട്ടിലാണ് ഫുൾ ടൈം. അതെ, രണ്ടുപേർക്ക് ടൈം കിട്ടണം. പക്ഷെ നമ്മള് ഒരു 3 months മുമ്പ് നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഫേമസ് ആയ ഞങ്ങളുടെ സ്വന്തം ക്യാമറമാൻ വിനോദ് ഇല്ലംപള്ളി 10 കൊല്ലങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ വീട് വിസിറ്റ് ചെയ്തിരിക്കുകയാണ്. എവിടുന്ന് 10 കൊല്ലം? അല്ലെ, ഒറ്റയ്ക്ക് വന്നായിരുന്നു. പക്ഷെ എല്ലാം ഫാമിലി ആയിട്ട്, ഫുൾ ഫാമിലി ആയിട്ട്. അമ്മയ്ക്ക് സന്തോഷമായി. അമ്മ ഇവർക്ക് വേണ്ടി എന്തൊക്കെ ഉണ്ടാക്കി വെച്ചാന്നറിയോ? അയ്യോ, മമ്മിയുടെ ഫേവറേറ്റ് മറ്റേ സ്റ്റൂവിന്റെ സ്റ്റൂ. അതെ, ഇവർ സ്റ്റൂവിന്റെ ആളാണ്. ശങ്കരി സ്റ്റൂവിന്റെ ആളാണ്. ഇവരുടെ സ്റ്റൂ കഴിക്കുള്ളൂ, ബീഫ് സ്റ്റൂ. അവനിവിടെ ഇതിനകത്ത് കയറി എന്താണ് നീ ചെയ്യണേ? നീ ഡ്രൈവർ എങ്ങ് പോരെ. ഞങ്ങളെല്ലാം കൊണ്ട് ഫോട്ടോ എടുക്കട്ടെ. അപ്പൊ നിന്നോ, എല്ലാരും തിന്നോ. എല്ലാരും കവർ ചെയ്തു. റെഡി? 1 2 3. എല്ലാരും ഉണ്ട്. ഞാൻ ഫോട്ടോ എടുക്കാവേ. ഇവിടെ വണ്ടിയുടെ താക്കോല് കാണുന്നില്ല. അപ്പൊ എടുത്തിട്ട് വണ്ടിയുടെ താക്കോൽ ഇവിടെ വെച്ചു. ഇവിടെയാണോ വെച്ചു? ഒരു പിടുത്തമില്ല. പറ്റിച്ചടാ, താക്കോൽ ഈ പെട്ടിക്കാതായിരുന്നു. താക്കോല് തപ്പി അകത്ത് പോയി. പക്ഷെ താക്കോല് ശ്രീചേച്ചിയിലായിരുന്നു. ഓക്കെ ഗായ്സ്, ഇവക്ക് ഡ്രൈവിംഗ് പഠിക്കണ്ടോ? 3 മണിക്ക് പോകുന്നത്. നീ ക്ലച്ചിടാൻ പഠിച്ചാ? ഇല്ലല്ലോ. ഇല്ല പഠിച്ചില്ല. ഓക്കെ, അവിടെ കോട്ടയം പറയാൻ. വാരണാസി നമ്മൾ പോവും. യെസ് ഇല്ലപ്പള്ളിനെ കൊണ്ടുപോകും. നേരെ പിടിച്ചോ. അല്ല അതെ. അത് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ കാശുകാരോ, അതെല്ലാവർക്കും അറിയാം.